അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, പ്രഭാത വെളിച്ചം 539ാമത്തെ ദിവസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ ഏതാണ്, ഹലാലുകൾ ഏതാണ് എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ സുവ്യക്തമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെ സൂക്ഷിക്കാൻ കഴിയുന്നവോ അവനാണ് വിജയി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻ-നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കേട്ടു എന്ന് മഹാനവറുകൾ പറയുകയാണ്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാലായ കാര്യങ്ങൾ വ്യക്തമാണ്, ഹറാമായ കാര്യങ്ങളും വ്യക്തമാണ്. വബൈനഹുമാ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്. എന്നാൽ ഹറാമിനും ഹലാലിനും ഇടയിൽ സുവ്യക്തമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെ ജനങ്ങളിൽ നിന്ന് അധികം ആളുകൾക്കും അതിനറിയില്ല. ഫമനിത്തഖ ശുബ്ഹാതി ഇസ്തബ്റഅ ലദീനിഹി വഅർളി. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഈ സുവ്യക്തമല്ലാത്ത ശുബ്ഹാത്തായ ഈ കാര്യങ്ങൾ അതിനാരെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദീനിനെയും അവൻ്റെ അഭിമാനത്തെയും കാത്തു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വമൻ വഖഅ ഫി ശുബ്ഹാതി. എന്നാൽ ഇങ്ങനെ സുവ്യക്തമല്ലാത്ത കാര്യത്തിൽ ഹറാമോ ഹലാലോ എന്ന് വ്യക്തമായിട്ട് അറിയില്ല, അതിൽ ഒരാൾ സംഭവിച്ചാൽ ഖറാഇൻ യർആ ഹൗലൽ ഹിമ. നിരോധിത മേഖലയുണ്ടാകും, അതിന് ചുറ്റും മേഞ്ഞു നടക്കുന്ന ഇടയനെ പോലെയാണ് എന്ന് പറയുന്നു. യൂഷിക്കു അൻ യൂഖിഅഹു. ആ മനുഷ്യൻ ആ ശുബ്ഹാത്തായ സുവ്യക്തമല്ലാത്ത കാര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയേറെയാണ്, അതിൽ അവൻ പെട്ടുപോകാൻ സാധ്യതയേറെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അലാ വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ. അറിയണം, എല്ലാ രാജാക്കന്മാർക്കും നിരോധിത മേഖലയുണ്ട്. അലാ ഇന്ന ഹിമല്ലാഹി ഫി അർളിഹി മഹാരിമഹു. അള്ളാഹുവിന് ഭൂമിയിൽ നിരോധിത മേഖലയായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഹറാമുകളായ കാര്യങ്ങളാണ്. റസൂലുള്ളാഹി പറയുന്നു, അലാ വ ഇന്ന ഫിൽ ജസദി മുൽഅ. തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത്ത് സലഹൽ ജസദു കുല്ലു. അത് നന്നായാൽ മനുഷ്യൻ മൊത്തം നന്നായി. വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു. ആ മാംസകഷ്ണം കേടായാൽ അവൻ്റെ ശരീരം മൊത്തം കേടായി. അലാ വഹിയൽ ഖൽബ്. അറിയണേ, അതാണ് ഹൃദയം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. ഇത് വലിയ ഒരു വിജ്ഞാനത്തിൻ്റെ വെളിച്ചം റസൂലുള്ളാഹി തങ്ങൾ സമർപ്പിക്കുകയാണ്. വളരെ കൃത്യമായി ഇങ്ങനെ പറഞ്ഞു തന്ന് ഹലാൽ ഏതാണ് ഹറാം ഏതാണെന്ന് വ്യക്തമാക്കി. രണ്ടും ആവാൻ സാധ്യതയുള്ള വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതിനെ സൂക്ഷിക്കണം. ഹറാമോ ഹലാലോ എന്നറിയില്ല, അതിനെ സൂക്ഷിച്ചാൽ അവൻ്റെ ദീൻ അവൻ കാത്തു, അവൻ്റെ അഭിമാനം ജനങ്ങളിൽ നിന്നും അവൻ കാത്തു കഴിഞ്ഞു. അതിൽ സംഭവിച്ചാലോ? അതിനെക്കുറിച്ച് പറയും, നിരോധിത മേഖലയിൽ നടക്കുന്ന ഇടയനെ പോലെയാണ് അവനതിൽ സംഭവിക്കാൻ സാധ്യതയേറെയാണ്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മേഖലയിൽ വളരെ സൂക്ഷ്മത പുലർത്തണം. ഓരോ രാജാക്കന്മാർക്കും ഇങ്ങനെ നിരോധിത മേഖലയുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂല പറയുന്നു, അതുകൊണ്ട് ഹൃദയം നന്നാക്കണം. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ അതിനെ നന്നാക്കിയാൽ മൊത്തം നന്നായി എന്നാണ്. ആ ടാങ്ക് നന്നായാൽ പിന്നെ ടാപ്പിലൂടെ വരുന്നതൊന്നും മലിനമാവുകയില്ല, സംശുദ്ധമായിരിക്കും. എന്തൊരു രസകരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഇത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹുവേ, ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ സൗഭാഗ്യമല്ലേ. ഈ പ്രഭാത വെളിച്ചം നീ നിലനിർത്തണമേ റഹ്മാന്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രതിഫലം നൽകണമേ റഹ്മാന്. ഈ കൂട്ടായ്മയിലുള്ള ആളുകൾക്ക് നിൻ്റെ പൊരുത്തം നൽകണമേ റബ്ബെ. രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുകയും മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുകയും ചെയ്യണമേ റബ്ബെ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി തരണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം സ്വല്ലി അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആയിൽ പരസ്പരം ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.